നമ്മൾ ആഗ്രഹിച്ചല്ലേ, 5 കൊല്ലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. വീടിനെ പട്ടിണ പോലിട്ട് തട്ടിയില്ലേ, അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി തന്നെ കളിച്ച കളിയാണ്. വീടി തന്നെ മുഖ്യമന്ത്രി 5 കൊല്ലം വീടി ഭരിക്കും, കേരളത്തിനെ രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ജനങ്ങളുടെ നായകനാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് വീട് തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അത് നടന്നിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് അക്ഷരപ്രതി ശരിയാണെന്ന് ഹൈക്കമാൻഡ് തെളിയിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും ഞങ്ങൾക്ക് ഒരേ വിലയാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ മൺതരികളും ഇന്ന് ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശനാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം തീരുമാനമല്ല, ഇത് ജനങ്ങളുടെ തീരുമാനം, ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനമാണ്. വർഗീയതയോടും സന്ധിയില്ലാ സമരമാണ്, അതിന്റെ വിജയമാണ് ഇന്ന് വി.ഡി. സതീശൻ. നമസ്കാരം. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിജയാഹ്ലാദമാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എറണാകുളം DCC ഓഫീസിന് മുന്നിലാണ് ഈ ഒരു ആഘോഷ പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഒരു പ്രകടനം DCC നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാവരും ഇവിടെ എത്തി വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. ചേട്ടാ, വലിയ സന്തോഷത്തിലാണോ? പിന്നല്ലാതെ, നമ്മൾ ആഗ്രഹിച്ചല്ലേ, 5 കൊല്ലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. വീടിനെ പട്ടിണ പോലിട്ട് തട്ടിയില്ലേ, അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി തന്നെ കളിച്ച കളിയാണ്. വീടി തന്നെ മുഖ്യമന്ത്രി 5 കൊല്ലം വീടി ഭരിക്കും, കേരളത്തിനെ രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത്രയ്ക്ക് ഐഡിയ ഉള്ള ഒരു മനുഷ്യനാണ്. ആദ്യം വലിയ ആശങ്കയിലായിരുന്നോ? ഞങ്ങൾക്ക് തീരെ ഭയാശങ്കയില്ല. കാരണം ജനങ്ങളുടെ നായകനാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് വീട് തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അത് നടന്നിരിക്കുന്നു. കേരളത്തിലെ സാധാരണ ജനങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളം 5 വർഷം വി.ഡി. സതീശൻ ഭരിക്കും. ചേട്ടാ, വലിയ ആശങ്ക ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ആദ്യം നമുക്ക് 100% ആദ്യം മൂല്യ വിശ്വാസമാണ് ഇങ്ങനെ വരുള്ളൂ എന്ന്. ആ വിശ്വാസം ഇന്ന് സാധിച്ചെടുത്തു. ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തകരും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. വി.ഡി. സതീശൻ ഞങ്ങളുടെ ചങ്കാണ്. ഞങ്ങൾ ഒരിക്കലും സഹിക്കില്ല. മറിച്ചൊരു തീരുമാനം എടുത്താൽ ഒരു കോൺഗ്രസ്സുകാരും സഹിക്കില്ല. ഒരു സംശയം വേണ്ട. നിങ്ങളുടെ കേരളത്തിൽ ആരോട് വേണ്ടി ചോദിച്ചോ, മെജോറിറ്റി കുറേ ആൾക്കാർ പോകട്ടെ, ഏത് അഭിപ്രായത്തിലും ഇതിൽ പറയും. പക്ഷേ ഈ തീരുമാനം ഹൈക്കമാൻഡിന് ഞങ്ങൾ നന്ദി പറയാം. കാരണം അല്ലെങ്കിൽ അത് വേറെ ആൾക്കാർക്ക് മാറാതിരിക്കാൻ വേണ്ടി. കോൺഗ്രസ്സുകാരന് എത്ര കാലം 10 കൊല്ലമായി സഹിക്കുന്നത്. ഇനി സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തിൽ ഞങ്ങൾ തയ്യാറല്ല. വലിയ ആശങ്ക ഉണ്ടായിരുന്നു ആദ്യം. ഒരാശങ്കയിലായിരുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് അക്ഷരപ്രതി ശരിയാണെന്ന് ഹൈക്കമാൻഡ് തെളിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഉത്തരവ് തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ കടന്നുവരുന്നത്. ഇനിയൊരു നവകേരള സൃഷ്ടിക്കായി ഒത്തൊരുമിച്ച് UDF ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും വളരെയധികം സന്തോഷം. വലിയ ആശങ്കകൾക്കൊടുവിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അതെ, കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് കേരള ജനത ഇതുപോലെ കണ്ടിട്ടില്ല. ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് ഒരു നേതാവിന് വേണ്ടിയിട്ട് ഇത്രയും സ്നേഹത്തോടെ ഒരു നേതാവിനെ ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുത്തത്. അത് ACC തീരുമാനിക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് കൂടെ നിന്ന ഒരു നേതാവ് തന്നെ വി.ഡി. സതീശനാണ്. അത്രയും ജനങ്ങളോട് ഇൻട്രാക്ട് ആയിട്ടും ജനങ്ങളോട് കൂടെ നിന്ന ഒരു നേതാവിനെ ഞങ്ങൾക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? അപ്പോൾ ആ നേതാവ് ആയതിൽ ഈ എല്ലാവരെക്കാളും സന്തോഷിക്കുന്ന ജനങ്ങളാണ്. കാര്യം അത്രയും ജനങ്ങളും പുള്ളിയുടെ കൂടെയുണ്ട്. വി.ഡി. സതീശൻ സിന്ദാബാദ്. ആദ്യം എറണാകുളമാണ് അദ്ദേഹത്തിനൊപ്പം ആദ്യം നിന്നല്ലേ? ഞങ്ങള് ജനങ്ങൾക്കൊപ്പം, കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം UDF ഒറ്റക്കെട്ട്. ജയ് വി.ഡി. സതീശൻ, ജയ് വി.ഡി. സതീശൻ. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും ഞങ്ങൾക്ക് ഒരേ വിലയാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ മൺതരികളും ഇന്ന് ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ പോലെ ഒരു മുഖ്യമന്ത്രി വന്നാലേ കേരളം രക്ഷപ്പെടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇരതയോട് നയിച്ചോളൂ. നിലപാടുകളുടെ രാജകുമാര, വി.ഡി. സതീശൻ നേതാവേ.
സതീശ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, 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 വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, വി.ഡി. സതീശ നേതാവേ, വി.ഡി. സതീശ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നിലപാടുകളുടെ രാജകുമാരൻ. ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ഉറപ്പായിരുന്നു. വീടിക്ക് 100-100 ഒരാശങ്കയില്ല. ഉറപ്പായിരുന്നു. തീരുമാനമാണ്, ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പിലായിരിക്കുന്നത്. അതിനെയാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇന്ന് AICC തെളിയിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഈ നാട് മുഴുവൻ, കേരളം ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ഈ നാടിന് വേണ്ടി ഓടി നടന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം മുന്നിട്ട് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള കൂലിയാണ് ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. AICC നേതൃത്വം ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ, ശ്രീ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് എല്ലാവിധ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം തീരുമാനമല്ല, ഇത് ജനങ്ങളുടെ തീരുമാനം, ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനമാണ്. അതിന് ഏറെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നോമിനേഷൻ കൊടുത്തപ്പോൾ ജയിച്ച ഒറ്റ ആളാണ് വി.ഡി. സതീശനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഒരു ഇടപെടൽ എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം? ഈ എറണാകുളം ജില്ലയിലുള്ള 14 സീറ്റിലും ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഉറപ്പുണ്ടായിരുന്നു. 14 സീറ്റിലും വിജയിക്കും, 14 സീറ്റ് നേടിയെടുക്കുമെന്ന് പറഞ്ഞ് പുള്ളി മാത്രം തോൽക്കുമെന്ന് പറഞ്ഞിട്ട് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു അല്ലേ? പല എന്റെ സമുദായം ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ നീങ്ങി എന്നുള്ളത് വളരെ ഖേദകരമാണ്. കുമ്പളങ്ങിയിൽ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയത് ഈ സമുദായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ബാക്കി എല്ലാ നിയോജക മണ്ഡലത്തിലും ആയിരക്കണക്കിന് ഫോർട്ട് കൊച്ചി മുതൽ തോപ്പമ്പടി വരെ 4168 വോട്ടിന്റെ ഭൂരിപക്ഷം. ആ വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹം അറ്റം വരെ നിലനിർത്തി എന്നുള്ളതാണ് സത്യം. വലിയ ആവേശത്തിലാണോ? വലിയ ആവേശം, വളരെ വളരെ വലിയ ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതായത് അത്രയും പ്രിയപ്പെട്ട ജനങ്ങൾക്ക്, താഴെത്തട്ടിൽ ജനങ്ങൾക്ക് പോലും മേലെത്തട്ടിലെ ജനങ്ങൾക്ക് പോലും അത്രയും പ്രിയപ്പെട്ടനായി വി.ഡി. സതീശൻ ആകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെല്ലാവരും പ്രവർത്തിച്ചു, ഫലം കണ്ടു. ഇപ്പം അതിൻ്റെ ഫൈനൽ ഘട്ടത്തിൽ നമ്മൾക്ക് ട്രോഫിയും നൽകി. മാറ്റാനൊരു ശ്രമം നടന്നു. അദ്ദേഹത്തെ മാറ്റാൻ ശ്രമം അത് വേറൊരു കളികളി മാത്രമാണ്. കാരണം ജനങ്ങളെയാണ് മാനിക്കേണ്ടത്. ജനങ്ങളാണ് ഇവിടുത്തെ MLA തിരഞ്ഞെടുത്തത്. ആ MLA തിരഞ്ഞെടുത്ത് എന്ത് ഉദ്ദേശത്തിലാണ്? നല്ലൊരു നേതാവിനെ വരാം, നല്ലൊരു മുഖ്യനെ കാണും. നല്ലൊരു മുഖ്യനെ ജനങ്ങളെല്ലാവരും സതീശനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം തന്നെയാണ് എല്ലാവരും വോട്ട് ചെയ്ത്. അത് ഫലം കണ്ടു. അതൊന്നും സാറില്ല. അത് ഇലക്ഷൻ്റെ പലതും പറയും. ഏറ്റില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, അടിവരായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു നേതാക്കന്മാർ വരായ്യോ ഒന്നുമില്ല. എല്ലാവരും ഞങ്ങൾ നേതാക്കന്മാരാ. ഇത് തീരുമാനം മാറ്റി വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. വർഗീയതയോട് സന്ധിയില്ലാ സമരമാണ്. അതിൻ്റെ വിജയമാണെന്ന് വി.ഡി. സതീശന്. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിയോജകമണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വളരെ കൃത്യമായി നല്ല സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക വഴി വി.ഡി. സതീശൻ ഒരു കോംപ്രമൈസിനും പോകാതെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനം. അതിൽ കേരളീയരായ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. അതാണ് ഈ ചരിത്ര വിജയമാണ്, ചരിത്ര നിയോഗമാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് എറണാകുളം ജില്ലയിലെ ഈ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു കൃത്യമായ ഒരു ഏകോപനവും ഒക്കെ ഈ വിജയത്തിന് കാരണമായെന്നും ഈ ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്.
വർഗീയപരമായി വി ഡി സതീശനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ അണികളെല്ലാവരും തന്നെ പറയുന്നത്. ആഘോഷങ്ങൾ തുടരുകയാണ്, ഇനിയും ആഘോഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും പ്രണവ് പ്രകാശിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.